നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലാ ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10-ന് ചേർത്തല ജോയിന്റ് RTO ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് NR ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരി ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ ഒരു യാത്രക്കാരനെ നിർത്തിയാലും, മരുന്ന് മേടിക്കാൻ ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ മുമ്പിൽ നിർത്തിക്കൊടുത്താലും, ഏതെങ്കിലും ഒരു ആഫീസിലേക്ക് കയറിപ്പോൾ റോഡ് സൈഡിൽ ഒതുക്കി നിർത്തിയാലും, നമ്മൾ നമ്മുടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഫോട്ടോ എടുത്തോണ്ട് പോവുകയാണ്. വീട്ടിൽ ചെന്ന് പേരക്കിടാതെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 500-ന്റെയും 2000-ന്റെയും 1000-ന്റെയും കേസ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വരെ തൊഴിലാളികളുടെ അനുഭവം കിട്ടില്ലേ? ഒരാൾക്ക് ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഓട്ടോറിക്ഷക്കാരൻ്റെ ഈ ഫോണുണ്ടോ എന്നൊരു സംശയം. ആ പരിസരത്ത് നിന്ന് ആളോടൊക്കെ അയാൾ ഫോൺ വിളിക്കാമെന്ന് കഴിഞ്ഞിട്ട് അവരാരും കണ്ടില്ല. അയാൾ എന്ത് ചെയ്തു? ഓട്ടോറിക്ഷക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് നാടകത്തിൽ അഭിനയിപ്പിക്കുന്നത് പോലെ ഫോൺ വിളിക്കുന്നതായിട്ട് അഭിനയിപ്പിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. ആ പാവപ്പെട്ടവന് 2000 രൂപയാണ് ഫൈൻ അടിച്ചത്. ആ 2000 രൂപ ഉണ്ടാക്കണമെങ്കിൽ ആ മനുഷ്യൻ എത്ര ദിവസം ഓട്ടോറിക്ഷ ഓടണം, എത്ര കിലോ അരി കുറച്ച് മേടിക്കണം, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എത്ര പേർ നാഴിയേരിയാൻ ചോറാണെങ്കിലും അത് കുറയ്ക്കണമല്ലോ. രണ്ട് വിശപ്പ് വരാൻ വേണ്ടി മണ്ണുവാരി തിന്നാൻ പറ്റില്ല. ഈ നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് മുതലാളിമാരുടെയും കോർപ്പറേറ്റുകളുടെയും ഭാഗത്താണ്. ഈ പോലീസിലൊന്നും ഈ ഫൈന് അടിച്ചിട്ട് കാശ് മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ കേസ് കൊടുക്കാൻ പറഞ്ഞാൽ ഒരു പുല്ലും നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല. നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ലോക്കപ്പിലൊന്നുമില്ല, ഇവിടെ കോടതി ഹാജരാക്കാനൊന്നും പറ്റില്ല. ഒരു വണ്ടി ഇടിച്ച ഒരാൾ മരിച്ചാൽ നരകത്തേക്കേ കേസ് എടുക്കുള്ളൂ, അതിന് ജാമ്യം കിട്ടും. നിങ്ങൾക്ക് 1000-ഓ 2000-ഓ നിങ്ങൾ ഒരു കുറ്റം ചെയ്ത ആൾ തന്നെ എനിക്ക് നിങ്ങളുടെ കാശ് അയക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അത്രയും കോടതിക്ക് ഒരാളെ ശിക്ഷിക്കാൻ വകുപ്പുള്ളൂ. എന്താണോ ഞാൻ ചെയ്ത കുറ്റം, ആ വകുപ്പനുസരിച്ച് നിങ്ങൾ കേസ് കൊടുത്തു എന്നൊരു 10 പേര് നോക്കി. ഈ ചേർത്തല പട്ടണത്തിലെ 10 ഓട്ടോറിക്ഷ തൊഴിലാളിയും ഡ്രൈവർമാരും നിങ്ങൾ ഫൈനടിച്ചോ, കാശടക്കാൻ നോക്കില്ല, കോടതി ഒന്ന് അടച്ചോളാം എന്ന് പറഞ്ഞാൽ ഈ ടൗണിലെ 100 കണക്കിന് ഈ രംഗത്തെ മോട്ടോർ തൊഴിലാളികൾ ഫൈനടിക്കാൻ കോടതിയിലേക്ക് കേസുമായിട്ട് വരുന്നു പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ഈ പോലീസിലെ ഈ വെഹിക്കിൾസുകളെ വിളിച്ചിട്ട് പറയും, എനിക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിക്കും. എന്റെ പണി മുടക്കാൻ കൊലക്കേസും മാനവക കേസും ബലാത്സംഗ കേസും മോഷണ കേസും എല്ലാം തീർക്കേണ്ട ജഡ്ജി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവിടെ പാസ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഉപ്പ കേസ്, അതിന്റെ പുറകെ നടക്കാനാണ് ഈ രാജ്യത്തെ ജുഡീഷ്യറി. യൂണിയൻ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. ഞാൻ ഓർക്കുന്നു, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓട്ടോറിക്ഷകളിലൊക്കെ മീറ്റർ ഘടിപ്പിക്കുമ്പോൾ ചേർത്തല വൈക്കം പോലുള്ള അവികസിതമായ പട്ടണങ്ങളിൽ മീറ്റർ ഘടിപ്പിച്ചാലും മീറ്റർ ഇട്ട് ഓട്ടം ഓടേണ്ട എന്നും സാധാരണ ഓടുന്ന കിലോമീറ്ററിന്റെ ഇരട്ടി ചാർജ് വാങ്ങിക്കാമെന്നും പറഞ്ഞ അന്നൊരു ഓർഡറുണ്ട്. ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ ഓർഡർ നിലനിൽക്കെ ഇപ്പോ ട്രാൻസ്പോർട്ട് മന്ത്രിയാണോ ട്രാൻസ്പോർട്ട് കമ്മീഷനാണോ ഏതോ വിവരദോഷി പറയുണ്ടായി, ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇടാത്തവർ അവിടെ ഒരു സ്റ്റിക്കർ പതിപ്പിക്കണം. ഈ ഓട്ടോറിക്ഷ സൗജന്യമായ ആളുകളെ കൊണ്ടുപോകുന്നതാണ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഓടാവൂ എന്ന് പറഞ്ഞാൽ ഇവന്റെ തന്ത പണം മുടക്കി വാങ്ങിയ ഓട്ടോറിക്ഷയല്ല. ഞങ്ങൾക്ക് മനസ്സില്ല. CITU പറയുന്നു, അത്തരത്തിൽ സ്റ്റിക്കർ ഓടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു ഓട്ടോറിക്ഷയും മുന്നോട്ട് പോകാൻ തയ്യാറായില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. CPM ചേർത്തല ഏരിയ സെക്രട്ടറി B വിനോദ്, CITU ചേർത്തല ഏരിയ സെക്രട്ടറി P ഷാജിമോൻ, CITU ചേർത്തല ഏരിയ പ്രസിഡന്റ് VA പരമേശ്വരൻ, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് P വിശ്വനാഥപിള്ള തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ഏരിയ സെക്രട്ടറി B ശ്രീകണ്ഠൻ നായർ സ്വാഗതവും യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് PR ഹരിക്കുട്ടൻ നന്ദിയും പറഞ്ഞു.